യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാൻ ആത്മാവിൽ തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും എൻ്റെ പിന്നിൽ ലോകമാണ്, എൻ്റെ മുൻപിൽ ക്രൂശതും തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും എൻ്റെ പിന്നിൽ ലോകമാണ്, എൻ്റെ മുൻപിൽ ക്രൂശതും തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാൻ ആത്മാവിൽ തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും എൻ്റെ കൂടെ ആരുമില്ല എങ്കിലും ഞാൻ പോയിടും. തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും എൻ്റെ കൂടെ ആരുമില്ല എങ്കിലും ഞാൻ പോയിടും. തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാൻ ആത്മാവിൽ തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും
ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വാഗ്ദത്തമുണ്ട്. വാഗ്ദത്തം എന്താണ് വാഗ്ദത്തം? പിശാചിൻ്റെ ബന്ധങ്ങൾ അഴിക്കും. യേശുക്രിസ്തു അതിനു വേണ്ടിയാണ് ക്രൂശിൽ മരിച്ചത്. കടത്തിൽ മുങ്ങി വലയുന്നവരുണ്ട്. ഒരു പോം വഴിയില്ല. മനുഷ്യൻ നോക്കിയാൽ ഒരു പോം വഴിയും കാണുന്നില്ല. ദൈവത്തിന് സ്തോത്രം. മനോരോഗം വന്നതുകൊണ്ട്, മാനസികമായിട്ട് തകർന്നുകൊണ്ട് ഇന്ന് ഒന്ന് പഠിക്കാൻ പറ്റുന്നില്ല. മാനസികമായ ചില വൈകല്യങ്ങൾ വിഷമിച്ച് കഴിയുന്ന കുടുംബങ്ങൾ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ പൈശാചിക ബാധകളെല്ലാം അതവിടെ നിൽക്കട്ടെ. നിങ്ങളുടെ ജീവിതം നിങ്ങൾ യേശുവിന് കൊടുക്കൂ. ശ്രദ്ധിക്കണേ, പൈശാചിക ബാധകളൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷേ നിങ്ങളുടെ ജീവിതം യേശുവിനെ അങ്ങ് വിട്ടുകൊടുക്കൂ. മുഴുവനായിട്ടങ്ങ് വിട്ടുകൊടുക്കൂ. കുറച്ച് കാലമല്ലേ ഉള്ളൂ ഈ ഭൂമിയിലെ ജീവിതം. ഉള്ളത് മുഴുവനായിട്ട് യേശുവിനെ കൊടുക്കൂ. നിങ്ങളുടെ പൈസ കൊടുക്കാൻ ഞാൻ പറഞ്ഞില്ല കേട്ടോ. കർത്താവിൻ്റെ പേരേക്ക് പൈസ കൊടുക്കണമെന്നല്ല പറഞ്ഞത്. നിങ്ങളെ തന്നെ മുഴുവനായി, നിങ്ങളെയും നിങ്ങൾക്കുള്ളതിനെയും മുഴുവനായി യേശുവിനെ ഏൽപ്പിക്കൂ. യേശുവിൻ്റെ ഇഷ്ടം, യേശുവിൻ്റെ ഹിതം, യേശുവിൻ്റെ ഭരണം അതിനായിട്ട് വിട്ടുകൊടുക്കൂ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നിങ്ങളെ തന്നെ ക്രിസ്തുവിന് വിട്ടുകൊടുത്ത് കഴിയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും. മനോരോഗങ്ങൾ മാറും, മാനസികമായ പ്രയാസങ്ങൾ മാറും, ബുദ്ധിയില്ലായ്മകൾ മാറും, പഠിക്കാൻ കഴിവില്ലായ്മകൾ മാറും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ഉയർച്ച ലഭിക്കും. സ്തോത്രം. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് എല്ലാ ദോഷങ്ങളും മാറിപ്പോകും. നിങ്ങളുടെ മേലിൽ നിന്ന് എല്ലാ ദോഷങ്ങളും മാറും, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ മാറും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്ന് വിഷമിക്കുന്ന രോഗമുണ്ടല്ലോ, ഭയാനകമായ രോഗമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആരോഗ്യം നിലനിർത്തുക എന്നുള്ളത് ദൈവത്തിൻ്റെ ആവശ്യമാണ്, എൻ്റെയും ആവശ്യമാണ്. എന്തിനാ ദൈവത്തിൻ്റെ ആവശ്യം? എന്താണ്? ദൈവത്തിന് ഇനിയും നമ്മെ കൊണ്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യിക്കാനുണ്ട്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇനിയും നമ്മെ കൊണ്ട് ചില നല്ല കാര്യങ്ങൾ ചെയ്യിക്കാനുണ്ട്. നിങ്ങൾക്കറിയാമോ? സ്തോത്രം. നിങ്ങൾ ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിന് വലിയ ആഗ്രഹമുണ്ട്, ആശയമുണ്ട്, പ്രതീക്ഷയുണ്ട്. നിങ്ങളെക്കൊണ്ട് ചില കാര്യങ്ങളിലെ ഈ ഭൂമിയിൽ നിവർത്തിക്കാൻ കർത്താൻ ആഗ്രഹമുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിട്ടുകൊടുക്കണം, മുഴുവനായിട്ട് വിട്ടുകൊടുക്കണം. കർത്താവേ, എന്നെക്കൊണ്ട് ഈ ഭൂമിയിൽ നീ എന്തെല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതെല്ലാം എന്നിൽ കൂടി നിവൃത്തിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഞാനിത് അതിന് എന്നെ തന്നെ മുഴുവനായി ഞാൻ തരുന്നു എന്ന് പറയണം. സ്തോത്രം. മുഴുവനായി വിട്ടുകൊടുക്കണം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഞാൻ സമാധാനത്തോടെ പറയട്ടെ. ദൈവത്തിന് സ്തോത്രം. കരുണയുള്ള കർത്താവിൻ്റെ അത്ഭുത കൃപ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എൻ്റെ കഴിവല്ല. കർത്താവിന് എന്തോ എന്നോടൊരു സ്നേഹം തോന്നി, ഒരു കരുണ തോന്നി. സ്തോത്രം. ഞാൻ ഇടയ്ക്ക് പറയും, കർത്താവിന് എന്നെ വലിയ ഇഷ്ടമാണെന്ന്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കർത്താവിന് എന്നെ വലിയ ഇഷ്ടമാണെന്ന്. ഞാൻ വിഷമിക്കുമ്പോഴോ ചില കാര്യങ്ങൾക്ക് വരുമ്പോഴേക്കും പറയും, കർത്താവ് നിനക്ക് എന്നെ ഇഷ്ടമാണല്ലോ, ഈ കാര്യത്തിൽ നിൻ്റെ കരമൊന്ന് എടുക്കണമെന്ന്. സ്തോത്രം. നിൻ്റെ കൈയൊന്ന് വെക്കണമെന്ന്. സ്തോത്രം. യേശുവിന് നിങ്ങളെ ഇഷ്ടമാണ്. നിങ്ങൾ വിശ്വസിക്കൂ. എത്ര കൊടുംപാവിയാണെങ്കിലും നിങ്ങളെ യേശുവിന് സ്നേഹമാണ്. മനസ്സിലാക്കൂ. തെറ്റല്ല, വിശ്വസിക്കൂ. നിങ്ങളെത്ര കൊടിയ പാതകം ചെയ്ത വ്യക്തിയാണെങ്കിലും, ദ്രോഹം ചെയ്ത വ്യക്തിയാണെങ്കിലും, നിങ്ങൾ ചിലരെ ചതിച്ച വ്യക്തിയാണെങ്കിലും, നിങ്ങൾ മൂലം ചിലർക്ക് നഷ്ടം വരുത്തിയ വ്യക്തിയാണെങ്കിലും, യേശുവിന് നിങ്ങളെ ഇഷ്ടമാണ്, യേശുവിന് നിങ്ങളെ സ്നേഹമാണ്. എന്നാൽ ആ സ്നേഹനിധിയായ ക്രിസ്തു ഇന്ന് നിങ്ങളെ വിളിക്കുന്നത്, മോനെ അതെല്ലാം വിട്ട് എൻ്റെ കൂടെ വരിക, അമാനാമകളും ശനീർഹർമോൻ കൊടുമുടിയിലും വിട്ട് എൻ്റെ പിന്നാലെ വരിക. ഉത്തമഗീതം. അമാനാമകളും ശനീർഹർമോൻ കൊടുമുടിയിലും വിട്ട് എൻ്റെ പിന്നാലെ വരിക. ഇന്നത്തെ ലോക ഇമ്പങ്ങളെല്ലാം വിട്ട് എൻ്റെ പിന്നാലെ വരിക. എല്ലാം വിടുക. നിനക്ക് ഇതിനെല്ലാം പകരം ഇരട്ടിയായോ 10 ഇരട്ടിയായോ നിനക്ക് ഞാൻ പ്രതിഫലം തരാം. എല്ലാം തരാം. ഒന്നും നിനക്ക് ഞാൻ വിലക്കുകയില്ല. നല്ലതൊന്നും നിനക്ക് വിലക്കുകയില്ല. നീ വിചാരിക്കും നിനക്ക് ചില വിലക്കുകളാണ് എനിക്ക് കിട്ടേണ്ടതെന്ന്, കിട്ടുന്നില്ലല്ലോ, ദൈവത്തിൻ്റെ പുറകെ പോയതുകൊണ്ട് എനിക്ക് വല്ല സൗകര്യങ്ങൾ നഷ്ടപ്പെട്ടല്ലോ എന്ന് തോന്നും. ഇല്ല മോനെ, ഇല്ല, നഷ്ടപ്പെട്ടിട്ടില്ല. നിനക്ക് എന്തെല്ലാം വേണമോ എല്ലാം തരാമെന്നാണ് പറയുന്നത്. നിൻ്റെ ആവശ്യത്തിനുള്ളതെല്ലാം തരാം. ദൈവത്തിന് സ്തോത്രം. കടങ്ങൾ മാറുന്നത് കാണാം. അത്ഭുതം തോന്നും. കടങ്ങൾ മാറുന്നത് കാണാം. വിവാഹം നടക്കുന്നത് കാണാം. കുഞ്ഞുങ്ങൾ പിറക്കുന്നത് കാണാം. ദൈവത്തിന് സ്തോത്രം. രോഗം മാറുന്നത് കാണാം. അത്ഭുതങ്ങൾ നടക്കും. ദൈവത്തിന് സ്തോത്രം. ഇത് നിങ്ങൾ വിശ്വസിക്കൂ പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കൂ. യേശുക്രിസ്തു ജീവിക്കുന്നുണ്ട്. ഞാൻ എങ്ങനെയത് പറയേണ്ടു? യേശുക്രിസ്തു ജീവിക്കുന്നുണ്ട്. ആ യേശു ഇന്ന് നിങ്ങളുടെ അരികത്തേക്ക് വന്നിട്ടുണ്ട്. അവൻ നിങ്ങളുടെ സമീപത്തോടെ നടക്കുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കൂ പ്രിയപ്പെട്ടവരെ. നമുക്ക് ഇന്ന് ഈ പുറമേയുള്ള കണ്ടാൽ കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. യേശുവിടെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. യേശു നമ്മുടെ ഇടയിൽ കൂടി നടക്കുന്നുണ്ട്. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഞാൻ വായിച്ചു ബിയോണ്ട് ഡെത്ത് ഡോർ എന്നുള്ള പുസ്തകത്തിൽ ഞാൻ വായിച്ചു. ഡോക്ടർ മോറിസ് റോബിൻസ് എഴുതിയിരിക്കുകയാണ്. ഒരാൾ മരിക്കാൻ കിടക്കുന്നയാളുടെ
അരികത്തെ ആളുകളെല്ലാം കൂട്ടം കൂടി നിൽക്കുന്നു. അപ്പോൾ അവിടെ ചില ദുഷ്ടപിശാചുക്കൾ നിൽക്കുന്നു, ഭീകരസത്വങ്ങൾ. ഈ മനുഷ്യൻ ഓർമ്മയില്ലാതെ, ആളറിയാതെ ആ സമയത്ത് ഊർധ്വം വലിച്ച് കിടക്കുകയാണ്, ഊർധ്വശ്വാസം വലിച്ച് കിടക്കുകയാണ്. വായു വലിക്കുന്ന അറിയില്ലേ, അതുപോലെ കിടക്കുകയാണ്. അപ്പോൾ വന്ന ആളുകളൊക്കെ വിചാരിക്കുന്നു അത് മരിക്കാൻ പോവുകയാണ്, ഒന്നും വിളിച്ചാൽ അറിയുന്നില്ല, പേര് വിളിച്ചാൽ അറിയുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ ആ ആളുടെ മനസ്സിൽ ഈ വന്നവരെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ അതിന് കൂടെയാണ് ഈ അവിടെ ചുറ്റി നിൽക്കുന്ന കറുത്തിരണ്ട സത്വങ്ങളെ കാണുന്നത്. കറുത്തിരണ്ട സത്വങ്ങൾ, ഭീകരരൂപികൾ. ആ ഭീകരരൂപികളെ കണ്ട് ഞെട്ടുന്നു. ഏതോ ചില അപശബ്ദങ്ങൾ പുറത്ത് വരുന്നുണ്ട്, പക്ഷേ അതെന്താണ് നമുക്ക് മനസ്സിലാകുന്നില്ല. ആളങ്ങ് അലറുന്നു, അലറി അയാൾ മുറവിളി കൂട്ടുന്നു. ഈ കറുത്ത സത്വങ്ങളെ കണ്ടപ്പോൾ പേടിച്ചു പോകുന്നു. അപ്പോൾ ഈ കറുത്ത സത്വങ്ങൾ വന്ന് അവൻ്റെ മുമ്പിൽ കുറേ പടങ്ങൾ നിരത്തുന്നു. പടങ്ങൾ ഓരോ അനുഭവങ്ങളാണ്, ഓരോ സംഭവങ്ങളാണ്. ഏതാണ് ഓരോ സംഭവങ്ങൾ? മരിക്കാൻ കിടക്കുന്ന ഇയാൾ കാണുകയാണ്. പണ്ട് ഓർമ്മയില്ലാത്ത കാലത്ത് തന്നെ ചെയ്തു പോയ ചില കാര്യങ്ങൾ എല്ലാം ഇപ്പോൾ വെളിച്ചത്ത് വരികയാണ്, എല്ലാം കൊണ്ടുവരുന്നു. ഓരോന്നിലും പിശാചുക്കൾ അവകാശമായി നിൽക്കുന്നു. ആ പാവം മനുഷ്യൻ പേടിച്ച് ഉറയ്ക്കുന്നു. ഈ മനുഷ്യന് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ, കാരണം ശരീരത്തിൽ നിന്ന് വിടാൻ പോവുകയാണ്. കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനും മരിക്കില്ലേ, നിങ്ങളും മരിക്കില്ലേ? മരണനേരത്ത് നമ്മുടെ അടുത്ത് വരുന്ന ആരെയും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല എന്ന് നമുക്ക് തോന്നും. അല്ല, തിരിച്ചറിയുന്നുണ്ട്. മരിച്ചു കഴിഞ്ഞാലും ആ ആത്മാവ് പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നില്ല. ആ ദുരാത്മാക്കൾ ആളെ പിടിച്ചവിടെ നിർത്തും. എല്ലാം കാണിച്ചു കൊടുക്കും. ഓരോരുത്തർ കരയുന്നതൊക്കെ കാണിച്ചു കൊടുക്കും. സ്വന്തം ഭാര്യ അല്ലെങ്കിൽ സ്വന്തം ഭർത്താവ് അല്ലെങ്കിൽ സ്വന്തം മക്കളൊക്കെ കടന്നുപോയ ആളെ കുറിച്ച് കരയുന്നു, ഏങ്ങലടിക്കുന്നു. അതെല്ലാം പിശാച് കാണിച്ചു കൊടുക്കും. ആളോ ശരീരത്തിന് പുറത്ത് കിടന്നു. ആ ആൾ ശരീരത്തിലേക്ക് വീണ്ടും പ്രവേശിക്കാൻ ശ്രമിക്കുന്നുണ്ട്, സാധിക്കുന്നില്ല. ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ ആ ആത്മാവ് ശ്രമിക്കുന്നുണ്ട്, സാധിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം സംഭവിക്കുന്ന കാര്യങ്ങളാണ്, എല്ലാം നടക്കുന്ന കാര്യങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, സത്യമായ ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. കണ്ണുനീര് കാണുന്നൊരു ദൈവം ജീവിക്കുന്നുണ്ട്. പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം ജീവിക്കുന്നുണ്ട്. നമ്മുടെ നിലവിളി കേൾക്കുന്നൊരു ദൈവം ജീവിക്കുന്നുണ്ട്. ഉള്ളുനൊന്ത് കരഞ്ഞാൽ കരച്ചിൽ കേൾക്കുന്ന ഒരു ദൈവം ഉണ്ട്. നിങ്ങൾ വിശ്വസിക്കുക. ആ ദൈവം സ്നേഹം മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ കൃപ ഭാഗ്യവശാൽ നമുക്കിന്ന് കർത്താവ് തന്നിരിക്കുകയാണ്. ഇതെല്ലാം കേൾക്കാൻ അവസരം തന്നിരിക്കുകയാണ്. നിങ്ങളുടെ വന്നത് നന്നായി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതെല്ലാം കേട്ടിട്ടാണല്ലോ നിങ്ങൾ പോകുന്നത്. ഇനിയും പാപത്തിലേക്ക് പോകല്ലേ, ഇനിയും ഫറവോൻ്റെ അടിമത്തിലേക്ക് പോകല്ലേ, ഇനിയും പിശാചിൻ്റെ കയ്യിലേക്ക് പോകല്ലേ. ഫറവോൻ്റെ അടിമത്തിൽ ഞെരിയുന്ന ജനം, ഫറവോൻ്റെ അടിമത്തിൽ ഞെരിഞ്ഞ വരുന്ന ജനം, അവർ കൂട്ടക്കരച്ചിലാണ്. ഒരവസരത്തിൽ അവർ ഫറവോനോട് പറഞ്ഞു, അയ്യോ ഞങ്ങൾക്ക് ആരാധന കഴിക്കാൻ പോകണം. മോശ ഞങ്ങളുടെ ഒരു പ്രവാചകനാണ്, മോശ പറഞ്ഞിരിക്കുന്നു ആരാധന കഴിക്കാൻ അങ്ങ് മരുഭൂമിക്ക് അപ്പുറം പോകണമെന്ന്. ഫറവോന് ദേഷ്യം വന്നു. ശരി, നിങ്ങൾ പോകണമെന്നല്ലേ പറഞ്ഞത്, എന്നാൽ നിങ്ങൾക്ക് ഇനി ഇഷ്ടിയിടാൻ വൈക്കോൽ തരികയില്ല, നിങ്ങൾ തന്നെ വൈക്കോൽ തേടി കണ്ടുപിടിക്കണം. പാവങ്ങൾ മോചനം പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോഴേക്കും ഒന്നുകൂടി കട്ടിയാവുക ചെയ്തത്. ഓർത്തുകൊള്ളണം, നിങ്ങൾ പിശാചിൻ്റെ കയ്യിൽ നിന്ന് മോചനം പ്രാപിക്കാൻ ശ്രമിക്കും തോറും പിശാചിൻ്റെ ആക്രമണം കട്ടിയാകും, ശക്തിയാകും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമൊന്നുമല്ല പിശാചിൽ നിന്ന് മോചനം കിട്ടുക എന്ന് പറയുന്നത്. അടിമത്തത്തിൽ നിന്ന് മോചനം കിട്ടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പിശാചിൻ്റെ ശക്തി ബലപ്പെടുത്തും, ഒന്നുകൂടി ശക്തിപ്പെടുത്തും. വിടുകയില്ലെന്ന് പറയും, വിട്ടുമാറുകയില്ലെന്ന് പറയും. ദൈവത്തിന് സ്തോത്രം. ആത്മാവുള്ള ദൈവമക്കൾക്ക് മനസ്സിലാകുന്നത്. വിട്ടുമാറുകയില്ല, ഞാൻ വിടാൻ പോകുന്നില്ല, ഈ ആത്മാവ് എൻ്റെയാണെന്ന് പറഞ്ഞ് അവൻ വാദിച്ചു നിൽക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോഴാണ് ആ ആത്മാവ് അവൻ തന്നെ, ഈ ബാധയുള്ള മനുഷ്യൻ തന്നെ, എൻ്റെ കർത്താവേ നീ എന്നോട് മനസ്സിലെയ്യണമേ, ഇനിയുള്ള ആയുസ് നിനക്ക് എന്ന് പറയുമ്പോഴേക്കും സ്വർഗീയ സേനകൾ എഴുന്നള്ളി വന്ന് അത്ഭുതകരമായ ശക്തി പ്രസരിച്ച് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പ് കൊടുക്കുന്നു. സ്തോത്രം. നിങ്ങൾക്ക് ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് പ്രാപിക്കാം. ഇന്ന് നിങ്ങൾക്ക് കർത്താവിൻ്റെ അനുഗ്രഹം പ്രാപിക്കാം. യേശുവിൻ്റെ കൃപ നിങ്ങൾക്ക് പ്രാപിക്കാം. യേശുവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് യാചിക്കാം. യേശുവേ മനസ്സിലെയ്യണമേ. ഇവിടെ ഇത് അടിമത്തത്തിൽപ്പെട്ട് കിടക്കുന്ന ഒരു പാവ മനുഷ്യനിരിക്കുന്നു. അടിമത്തത്തിൽ വലയുന്നൊരു മനുഷ്യൻ്റെ അടിമത്തമുണ്ട്, ഭർത്താവിൻ്റെ അടിമത്തമുണ്ട്, മാതാപിതാക്കളുടെ അടിമത്തമുണ്ട്, അപ്പൻ്റെ അടിമത്തമുണ്ട്, അമ്മയുടെ അടിമത്തമുണ്ട്, അല്ലെങ്കിൽ അമ്മയമ്മയുടെ അടിമത്തമുണ്ട്, മരുമകളുടെ അടിമത്തമുണ്ട്. എൻ്റെ കർത്താവേ ഞാൻ അടിമത്തത്തിൽപ്പെട്ട് ഞെരിയുന്നു. പറയൂ, നിങ്ങൾ പറയൂ, അടിമത്തത്തിൽപ്പെട്ട് ഞെരുക്കുന്ന ദൈവജനങ്ങൾ. എന്നാൽ കേൾക്കൂ, അടിമത്തം മാറ്റിത്തരും, സ്വാതന്ത്ര്യം തരും. അതാണ് ദൈവം തരുന്നതായ വാഗ്ദത്തം, സ്വാതന്ത്ര്യം തരാമെന്ന്. ഗലാത്യർ 5 എന്ന് പറയും, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തുവിനെ സ്വതന്ത്രരാക്കി
ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനോഹത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്, അടിമനോഹത്തിലേക്ക് കുടുങ്ങിപ്പോകരുത്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ പറയണം, കർത്താവേ, ഞാൻ അടിമനോഹത്തിന് കീഴിലാണ്, അടിമനോഹത്തിന് കീഴിലാണ്. സ്തോത്രം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കലേക്ക് വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എൻ്റെ നുകയേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുകം മൃദുവരച്ചും കൊണ്ട് ലഘുവുമാകുന്നു. നുകത്തിൻ കീഴിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്, നുകത്തിൻ കീഴിൽ. സ്തോത്രം. ചില നുകങ്ങൾ നമ്മുടെ കഴുത്തിൽ വെച്ചിരിച്ചിട്ടുണ്ട്. ചിലർക്ക് കഴുത്തിലായിരിക്കും, ചിലർക്ക് ഹൃദയത്തിലായിരിക്കും. ഇന്നും ചിലരുടെ രഹസ്യ ബുക്കുകൾ നോക്കിയാൽ അതിനകത്ത് പെൺകുട്ടികളുടെ ഫോട്ടോ കാണാം. പെൺകുട്ടികളുടെ ഫോട്ടോ വെച്ചിരിക്കുന്നു. മോനെ, നല്ലതല്ല. മോളെ, നിൻ്റെ ബാഗിൻ്റെ അടിയിൽ ഒരു ആൺകുട്ടിയുടെ ഫോട്ടോയുണ്ട്. ബോയ് ഫ്രണ്ട് എന്നൊക്കെയാണ് നീ പറയുന്നത്. നഷ്ടമാണ് കുഞ്ഞെ, നഷ്ടമാണ്, ദോഷമാണ്. ഈ പ്രേമങ്ങളെല്ലാം വിട്ടേ പറ്റൂ, ഇല്ലെങ്കിൽ നശിക്കും. പ്രേമബന്ധങ്ങളെല്ലാം വിടൂ. എത്ര തവണ ഞാൻ പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, പക്ഷേ ആരും ഗൗനിച്ചില്ല. ഫേസ്ബുക്ക് ഫ്രണ്ട്ഷിപ്പ്, മൊബൈൽ ഫ്രണ്ട്ഷിപ്പ്, SMS ഫ്രണ്ട്ഷിപ്പ്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം വിടുക. നിങ്ങൾ ഇനിയെങ്കിലും വിടുക. കർത്താവിന് സ്തോത്രം. തെറ്റുപറ്റിപ്പോയി, ശരി, അനുദപിക്കൂ. ദൈവം നിങ്ങൾ തിരിച്ചെടുക്കും, സംശയിക്കേണ്ട. എല്ലാ ശാപവും മാറ്റും, അനുദപിച്ചുകൊള്ളൂ. എന്തെല്ലാം വന്നു എന്ന് ദൈവത്തോടെ ഒറ്റയ്ക്കിരുന്ന് പറഞ്ഞുകൊള്ളൂ. വേറെ ആരോട് നിങ്ങൾ പറയണ്ട, യേശുവിനോട് പറയൂ. എല്ലാം കാണുന്ന യേശുവിനോട് പറയൂ, കർത്താവേ, തെറ്റുപറ്റിപ്പോയി, നഷ്ടപ്പെട്ടു പോയി, എൻ്റെ മേൽ കണക്കിടല്ലേ, എൻ്റെ മക്കളുടെ മേൽ കണക്കിടല്ലേ. പറയണം നിങ്ങളത്, ദൈവത്തോട് പറയണം. എൻ്റെ മേൽ പാവം കണക്കിടല്ലേ, എൻ്റെ മക്കളുടെ മേൽ പാവം കണക്കിടല്ലേ. എൻ്റെ പാവം മക്കൾ നിരപരാധികൾ, അവർക്ക് എൻ്റെ പാവം കൊണ്ട് ദോഷം വരില്ലേ. സ്തോത്രം. പറയണം നിങ്ങൾ, പ്രാർത്ഥിക്കണം നിങ്ങൾ, ദൈവത്തോട് പറയണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തോട് പറഞ്ഞ് നിങ്ങൾ മോചനം പ്രാപിക്കണം. ഫറവോൻ്റെ അടിമത്തിൽ നിന്ന് മോചനം കിട്ടണം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ അത്ഭുതത്തോടെ ഓർക്കുന്നു, കർത്താവായ യേശു ക്രിസ്തു 1973 തൻ്റെ പരിശുദ്ധ ദാസനിൽ കൂടി ഇവിടെ ദൈവത്തിൻ്റെ വചനം പറഞ്ഞപ്പോൾ, ദൈവത്തിൻ്റെ നാമത്തെ സ്തുതിച്ചപ്പോൾ അവിടെ ദേശത്തിൻ്റെ ബന്ധനം അഴിയുകയായിരുന്നു. ദേശത്തിൻ്റെ ബന്ധനം ആർക്കും മനസ്സിലായില്ല. ഭാഗ്യവശാൽ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞു. എനിക്കൊരു സംശയം തോന്നിയില്ല. ദേശത്തിൻ്റെ ബന്ധനം അഴിഞ്ഞു. അന്ന് ഈ ദേശത്തെമ്പാടും വലിയ ഉണർവുണ്ടായി, വലിയ ഉണർവ്. കൊച്ചുകുട്ടികൾ പോലും അവർ പാവങ്ങളേറ്റ് പറഞ്ഞ് പരസ്പരം മാപ്പി ചോദിക്കുന്നു. അവർ ഒരു സൈറ്റ് പെൻസിലെടുത്ത് അത് മോഷ്ടിച്ചെടുത്തത് തിരിച്ചു കൊടുക്കുന്നു. പാവപ്പെട്ട തൊഴിലാളി സ്ത്രീകൾ ജോലി ചെയ്യുന്ന സ്ഥലത്തെടുത്ത് അരിവാൾ തിരിച്ചു കൊണ്ടുപോയി കൊടുത്തു മാപ്പി ചോദിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അത്ഭുതങ്ങൾ നടന്നു, അത്ഭുതങ്ങൾ. ആ അത്ഭുതങ്ങൾ നടന്ന തലമുറയിലാണ് ഞാൻ നിങ്ങൾ നിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ? എന്തെങ്കിലും തിരുത്താനുണ്ടോ? ആരുടെങ്കിലും പോയി മാപ്പി ചോദിക്കാനുണ്ടോ? ഏങ്ങലടിച്ച് കരഞ്ഞ് മാപ്പി ചോദിക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ ചോദിച്ചുകൊള്ളൂ, താമസിക്കേണ്ട. കാരണം നാളെ എന്നുള്ളത് നമുക്കുള്ളതല്ലോ. നമ്മുടെ മനോഭാവത്തിൽ തിരുത്തേണ്ടതുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. മനോഭാവത്തിൽ തിരുത്തേണ്ടതുണ്ട്. കൂടെ ജോലി ചെയ്യുന്നവരോട് ഒരു പക്ഷഭേദമുള്ള ആളുകളുണ്ട്. കൂടെ ജോലി ചെയ്യുന്നവർ ചിലരോട് ഇഷ്ടമില്ല, ചിലരോട് ഇഷ്ടം കൂടുതൽ. തെറ്റാണത്, പാപമാണത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ സഹോദരങ്ങളെ, എല്ലാവരെയും നിങ്ങൾ മാനിക്കുക, എല്ലാവരെയും ആദരിക്കുക, എല്ലാവരെയും നിങ്ങൾ ശ്രേഷ്ഠമായിട്ട് എണ്ണുക. എന്നേക്കാൾ ശ്രേഷ്ഠനാണ് അവരെന്ന് നിങ്ങൾ കരുതുക. ദൈവത്തിന് സ്തോത്രം. ഞാനൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അധ്യാപകരെ എല്ലാം ഞാൻ ഒരുപോലെ കണ്ടു. അവർക്ക് തെറ്റുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ആ തെറ്റുണ്ടെങ്കിൽ പോലും ഞാൻ അവരെ സ്നേഹിച്ചു, അവരെ കരുതി. അവർ പക്ഷേ മനസ്സിലാക്കിയില്ലായിരിക്കും. പക്ഷേ അവരിൽ ചിലരത് മനസ്സിലാക്കി. അവർക്ക് എന്നോട് നന്ദിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ അനേകരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി. അനേകരുടെ ജീവിതങ്ങൾ എനിക്ക് മനസ്സിലായി. അനേകർ അവരറിയാതെ തന്നെ പാവത്തിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു, അശുദ്ധിയിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു, തിന്മയിലേക്ക് പോകുന്നത് കണ്ടു, ലജ്ജ കൂടാതെ തിന്മയെ പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടു. ദൈവത്തിന് സ്തോത്രം. ഒരു മടിയും കൂടാതെ പാവത്തിൽ മുഴുകുന്നത് ഞാൻ കണ്ടു. ദൈവത്തിന് സ്തോത്രം. എത്രയോ വിദ്യാർത്ഥികൾ, എൻ്റെ കർത്താവ്, എത്ര എണ്ണം നശിക്കുന്നത് ഞാൻ കണ്ടു. കമ്പി വടി എടുത്തുകൊണ്ട് ഒരുത്തനെ തല്ലാനായിട്ട് പിള്ളേരെ കൂട്ടം കൂടി ഓടുന്നത് ഞാൻ കണ്ടു. മുകളിൽ നിന്നുകൊണ്ട് കാണുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, എന്തെല്ലാം കണ്ടു. അക്രമവാസന കുട്ടികളിൽ പെരുകുന്നു, വിദ്യാർത്ഥികളുടെ അക്രമവാസന പെരുകുന്നു. ഞാൻ ഇവിടെ മക്കളോട് പറയട്ടെ, കുട്ടികളോട് പറയട്ടെ, നിങ്ങളൊരിക്കലും ഒരു വിദ്യാർത്ഥി യൂണിയനിൽ അംഗമായി തീരരുത്. വിദ്യാർത്ഥി യൂണിയനിലെ പ്രേരണയ്ക്ക് വശമതായി നിങ്ങൾ അരുതാത്ത കൂട്ടുകെട്ടിലേക്ക് പോകരുത്, സൂക്ഷിച്ചുകൊള്ളണം. ദൈവത്തിന് സ്തോത്രം. അനേകരെ നശിക്കുന്നു, സങ്കടമുണ്ട്. അനേക കുടുംബങ്ങൾ മുടിയുന്നു, സങ്കടമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ചിന്തിക്കൂ, എൻ്റെ കർത്താവേ, എൻ്റെ ആയുസ്സിൽ ചുരുങ്ങിയ സമയം തന്നിട്ടുണ്ട്, ഒരു ചുരുങ്ങിയ സമയം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നിങ്ങൾ പലരും എന്നേക്കാൾ വളരെ പ്രായം കുറഞ്ഞവരുണ്ട്. നിങ്ങൾ കർത്താവിനോട് പറയണം, കർത്താവേ, കുറച്ച് ആയുസുള്ളൂവെങ്കിലും, അല്ല കൂടുതൽ ആയുസുണ്ടെങ്കിലും, ഉള്ള ആയുസ് മുഴുവൻ യേശുവേ ഇനി നിനക്ക് വേണ്ടി മാത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പറയാൻ പറ്റുമോ? അത്
ഇനിയുള്ള ആയുസ് മുഴുവൻ നിനക്ക് വേണ്ടി മാത്രം, മുഴുവനായി നിനക്ക് വേണ്ടി. സ്തോത്രം. പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? പ്രിയപ്പെട്ടവരെ, നിങ്ങളിങ്ങനെ പറയുമെങ്കിൽ നിങ്ങൾക്ക് സാധിപ്പിച്ചു തരും. കർത്താവ് തരും, അത് സംശയിക്കേണ്ട. എനിക്കതിന് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. എനിക്കതിന് കൃപ കിട്ടിയാൽ മാത്രമേ എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആത്മാവിൽ ജീവിക്കണമെങ്കിൽ എനിക്ക് കർത്താവ് കൃപ തരണം. വേണ്ട, ആർക്കും കൃപ തരും. ആഗ്രഹിക്കുന്ന ആർക്കും കൃപ തരും. നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്, വേറെ ആരും വേണ്ട. ഭാര്യ വേണ്ട, ഭർത്താവ് വേണ്ട, മക്കൾ വേണ്ട, ആരും വേണ്ട, കൂട്ടുകൂടാൻ ആരും വേണ്ട. നിങ്ങൾ ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കൂ. കർത്താവേ, ഞാനൊരാൾ യേശുവിൻ്റെ പക്ഷത്ത് നിൽക്കും, എനിക്ക് വേണ്ടി മരിച്ച യേശുവിൻ്റെ പക്ഷത്ത് നിൽക്കും, എനിക്ക് വേണ്ടി കുറ്റമില്ലാത്ത രക്തം ചിന്തി യേശുവിൻ്റെ പക്ഷത്ത് ഞാൻ നിൽക്കും. കർത്താവേ, എൻ്റെ മേലുള്ളതായ എല്ലാ ദോഷങ്ങളും മാറ്റി എല്ലാ ബന്ധനങ്ങളും അഴിച്ച് എനിക്ക് മോചനം തരണമേ. പിശാചിൻ്റെ ബന്ധനങ്ങൾ അഴിച്ചു തരണമേ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ മേൽ പൈശാചിനുള്ളതായ ബന്ധനങ്ങൾ എല്ലാം അഴിച്ച് എനിക്ക് മോചനം തരണമേ. സ്തോത്രം. ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക്? എൻ്റെ സഹോദരികളെ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? പിശാചിൻ്റെ ബന്ധനം അഴിയാൻ ആഗ്രഹമുണ്ടോ? പാപത്തിൻ്റെ കെട്ടുകൾ പൊട്ടാൻ ആഗ്രഹമുണ്ടോ? കർത്താവിന് സ്തോത്രം. ഞാൻ ഓർക്കുന്നു, ഒരു ചെറുപ്പക്കാരൻ ഒരിക്കൽ പപ്പായുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാനൊരു രോഗിയാണെന്ന് പറഞ്ഞു. എന്താ രോഗം? RCCയിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ക്യാൻസർ രോഗമാണെന്ന് പറഞ്ഞു. എൻ്റെ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞങ്ങളവിടെ ഉണ്ടെന്ന്. ചെറുപ്പക്കാരൻ പറഞ്ഞു, എൻ്റെ ബ്രദർ ഇതേ ക്യാൻസർ രോഗം വന്ന് മരിച്ചു പോയതാണ്. അവിടെ RCCയിലെ പ്രൊഫസർ കൃഷ്ണൻ നായർ, ഡോക്ടർ കൃഷ്ണൻ നായർ പറഞ്ഞു, നിങ്ങളുടെ സഹോദരി മരിച്ചതുകൊണ്ട് നിങ്ങൾക്കും ഇനി രക്ഷയൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്തിനാണ് എൻ്റെ അടുക്ക് വന്നതെന്ന് പപ്പ ചോദിച്ചു. എനിക്ക് ഏതായാലും മരിക്കുമെന്ന് ഉറപ്പായി. എനിക്ക് മരിക്കുന്നതിന് മുമ്പ് എൻ്റെ പാപങ്ങളെല്ലാം ഒന്ന് ക്ഷമിച്ച് കിട്ടണം, എനിക്ക് എൻ്റെ ബന്ധങ്ങളെല്ലാം അഴിഞ്ഞ് കിട്ടണം, വേറെ ഒന്നും വേണ്ട, എനിക്ക് രോഗസൗഖ്യം വേണ്ട, എനിക്കാകെ ഒറ്റയ്ക്കൊരു കാര്യം മാത്രം, അത് മാത്രമേ ഉള്ളൂ. അതെ, അത് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. പപ്പ പ്രാർത്ഥിച്ചു. ബന്ധനം അഴിഞ്ഞു, എല്ലാ ബന്ധനം അഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ബന്ധനങ്ങളഴിച്ച് കരുണയുള്ള കർത്താവിൻ്റെ ആത്മാവിൻ്റെ അധികാരത്തിൽ പപ്പ ബന്ധനങ്ങളഴിച്ച് പ്രാർത്ഥിച്ചു. സ്തോത്രം. രോഗസൗഖ്യമൊന്നും പപ്പ പറഞ്ഞില്ല, അപ്പോൾ അതിനെക്കുറിച്ചൊന്നും മിണ്ടിയില്ല, രോഗത്തിൻ്റെ കാര്യം മിണ്ടിയില്ല. പാവബന്ധനം കഴിഞ്ഞപ്പോൾ രോഗബന്ധനം മാറി. പാപം മാറുമ്പോൾ രോഗം മാറും. സ്തോത്രം. പാപം മാറട്ടെ, നിങ്ങളുടെ പൈശാചിക ബാധകൾ മാറട്ടെ, പാപത്തിൻ്റെ ബന്ധനം അഴിയട്ടെ. അപ്പോൾ കാണും രോഗങ്ങൾ മാറും. മാനസിക വിക്ഷോഭമുള്ളവരുണ്ടോ പ്രിയപ്പെട്ടവരെ? മാനസിക രോഗമുള്ളവരുണ്ടോ? സംശയ രോഗമുള്ളവരുണ്ടോ? സ്തോത്രം. സംശയ രോഗം. ഭർത്താവിന് ഇന്ന് സംശയം, അതൊരു പൈശാചിക ബാധയാണ്. പക്ഷേ ആൾക്കത് തോന്നുന്നില്ല, ബാധയാണെന്ന് മനസ്സിലാവില്ല. എനിക്ക് കുഴപ്പമില്ല, ഭർത്താവിനെ കുഴപ്പമെന്ന് വിചാരിക്കുകയുള്ളൂ. പക്ഷേ ഈ മാനസികമായ ആ ഒരു വിക്ഷുബ്ധിയുള്ളവർ, മാനസിക രോഗം അതുള്ളവർ, ശാപഗ്രസ്തമായ ആ രോഗത്തിൽപ്പെട്ടവർ, സംശയ രോഗമുള്ളവർ, അവരും ജീവിതം സമർപ്പിക്കട്ടെ. കർത്താവോട് പറയട്ടെ, കർത്താവേ, എനിക്ക് ചില ശാപത്തിൻ്റെ ബന്ധനമുണ്ട്, ചില പാപത്തിൻ്റെ ബന്ധനമുണ്ട്, ചില പൈശാചികൻ്റെ അടിമത്തിൻ്റെ ബന്ധനമുണ്ട്. കർത്താവേ, എനിക്ക് മോചനം തരണമേ. ഈ സംശയ രോഗം മാറിപ്പോകും. നിസ്സഹായനായ ഭർത്താവിനെ സംശയിക്കരുത്, നിരപരാധിയായ ഭാര്യയെ സംശയിക്കരുത്, ആ സാധു സ്ത്രീ ഒന്നും അറിയാത്ത പാവപ്പെട്ട പെൺകുട്ടി അവളെ സംശയിക്കരുത്. പക്ഷേ ഓർത്തുകൊള്ളണം, നാം കളങ്കമറ്റവരായി നിൽക്കണം. സംശയ രോഗങ്ങളെല്ലാം മാറട്ടെ, ഭ്രാന്ത് മാറട്ടെ, ഹല്ലേലൂയ, മനോരോഗം മാറട്ടെ, പൈശാചിക വിഭ്രാന്തികൾ മാറട്ടെ, സാത്താൻ്റെ കോട്ടകൾ തകരട്ടെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും നിങ്ങൾക്ക് തീരുമാനമെടുക്കാം. ദൈവത്തോട് നിങ്ങൾക്ക് പറയാം, കർത്താവേ, എൻ്റെ മേലുള്ള എല്ലാ പാപങ്ങളും എല്ലാ ശാപങ്ങളും പിശാചിൻ്റെ അഴിയാ കുരുക്കുകളും എല്ലാം അഴിഞ്ഞെനിക്ക് സ്വാതന്ത്ര്യം തരണമേ എന്ന് പ്രാർത്ഥിക്കും. സ്വാതന്ത്ര്യം തരണമേ. വാഗ്ദത്തം തന്നിരിക്കുന്നു, സ്വാതന്ത്ര്യം വാഗ്ദത്തം തന്നിരിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഓരോരുത്തരും ഇപ്പോൾ തങ്ങളുടെ ഹൃദയം താഴ്ത്തട്ടെ. ഓരോരുത്തർ വിനയത്തോടെ ഭർത്താവോട് പറയട്ടെ, കർത്താവേ, എൻ്റെ ബന്ധനം കഴിക്കണമേ, എൻ്റെ മേലുള്ള ശാപങ്ങൾ മാറ്റണമേ, എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കണമേ. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയ അഴിയ കുരുക്കുകൾ, വലിയ കുടുക്കുകൾ വന്നിരിക്കുന്നു, വലിയ കെണികൾ വന്നിരിക്കുന്നു, എല്ലാം മാറ്റി തരണമേ. എല്ലാ ബന്ധനം അഴിക്കണമേ കർത്താവേ. എല്ലാ ചങ്ങലകളും പൊട്ടിക്കണമേ കർത്താവേ. യേശുവേ, നീ വരണമേ. യേശുവേ, നീ എന്നെ തൊടണമേ. യേശുവേ, നിൻ്റെ കരവിൻ്റെ മേലെ വയ്ക്കണമേ. യേശുവേ, നിൻ്റെ തൃക്കരൻ്റെ മേലെ വെച്ച് എന്നെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കുമോ നിങ്ങൾ? ഇപ്പോൾ നിങ്ങളുടെ ഹൃദയം സമർപ്പിക്കുമോ? സംശയിക്കേണ്ട. ഈ സമയം വിശ്വാസത്തിന് സമയമാണ്. ഈ സമയം അനുഗ്രഹത്തിന് സമയമാണ്. ഈ സമയം വിശ്വാസം വളർച്ച നേടുന്ന സമയമാണ്. ഈ സമയം വിശ്വാസം ഫലപ്രാപ്തിയിലെത്തുന്ന സമയമാണ്. ഈ സമയം വിശ്വാസത്തിൻ്റെ ഫലപുഷ്ടി കാണുന്ന സമയമാണ്. ഈ സമയം വിശ്വാസത്തിന് അനുഗ്രഹം പ്രാപിക്കുന്ന സമയമാണ്. വിശ്വസിക്കൂ നിങ്ങൾ.
യേശു വന്നിട്ടുണ്ട്. യേശു നിങ്ങൾ വിളിക്കുന്നു. യേശു വന്നിട്ടുണ്ട്. നിങ്ങളുടെ ബന്ധനം അഴിക്കാൻ തുടങ്ങുന്നു. യേശു വന്നിട്ടുണ്ട്. നിങ്ങളുടെ അരികത്തോടെ യേശു നടക്കുന്നു. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് യേശുകൊണ്ട് പറയൂ, കർത്താവേ എൻ്റെ മേലുള്ള എല്ലാ ബന്ധനങ്ങളും അഴിക്കണമേ, എൻ്റെ തലമുറ മേൽ നിന്ന് ബന്ധനങ്ങളെല്ലാം മാറ്റണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾക്ക് പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ എങ്കിൽ നിങ്ങൾക്ക് കരങ്ങളെ ഉയർത്താൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, സ്നേഹവാനായ പൊന്നേശുവേ, അവിടെ നിങ്ങളുടെ കൂടെ തന്നെ ഉള്ളതിനായി സ്തോത്രം. അടിയങ്ങളുടെ മനസ്സിൽ ഞങ്ങളുടെ മധ്യത്തിൽ എഴുന്നള്ളി വന്നതിനായി സ്തോത്രം. കർത്താവേ, സ്വർഗീയ ദൂതസേനകളോടുകൂടി അവിടെ വന്നതിനായി സ്തോത്രം. അപ്പോൾ ആഗ്രഹിച്ച മക്കൾക്ക് ആഗ്രഹം നിവർത്തിച്ച് കൊടുക്കണമേ കർത്താവേ. അവരുടെ ബന്ധനങ്ങൾ അഴിക്കണമേ കർത്താവേ. എല്ലാ ശാപങ്ങളും മാറ്റണമേ, എല്ലാ ദോഷങ്ങളും മാറ്റണമേ, എല്ലാ പാപങ്ങളും മാറ്റണമേ, എല്ലാ കെട്ടുകളും പൊട്ടിച്ചു കളയണമേ. ഹല്ലേലൂയ കർത്താവേ, എല്ലാവരെയും അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറയോടെ കേൾക്കണമേ. ആമീൻ. സ്തോത്രം.